ഒരു ഭാഗം ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നതാണ് ആണ്. എന്തു പറ്റിയടേ, എന്തു പറ്റിയെന്നാ ചോദിച്ചേ? എനിക്ക് കല്യാണം ആലോചിക്കരുത്. അത് നീയാണോ നീ നൽകുന്നേ? തള്ളയില്ലാത്ത കൊച്ച എത്രയും പെട്ടെന്ന് ഒരുത്തന്റെ കയ്യിലടിച്ചാണ് എനിക്ക് മരിക്കാൻ. എന്റെ പാറയും മാതാവേ, എന്റെ കൊച്ചിന് നല്ല ബുദ്ധി തോന്നിക്കണേ. എനിക്കിഷ്ടമില്ല കല്യാണം. തർക്കുത്തരം പറയുന്നോടി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ മുതിർന്നവരൊക്കെ ഉണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ. അത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഈ പ്രായത്തിൽ ഇത്രയും നിക്കാരമൊന്നും വേണ്ട കേട്ടോ, അഹങ്കാരി. എന്റെ ദൈവമേ, എന്നെ ഇങ്ങനെ പരീക്ഷിക്കാതെ. എത്ര നാളായി നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഒരു മഠത്തിൽ നിന്ന് പോലും എന്നെ തിരികെ വരുന്നില്ലല്ലോ. ഒരു കന്യാസ്ത്രീ മഠത്തിൽ ചെന്ന് ആഗ്രഹം പറയാൻ എന്റെ പേരമ്മയാണെങ്കിൽ അനുവദിക്കുന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും? നീ അല്ലേ എന്റെ മണവാളൻ. നീ ഇല്ലാതെ എനിക്ക് ആരെയും വേണ്ട. എടി എന്റെ കുട്ടി, നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. ആരെയാടി നീ കണ്ടുവച്ചിരിക്കുന്നത്? ആരാടി നിന്റെ മണവാളൻ? എടി പറയാനാ പറഞ്ഞത്. കണ്ണിയെ കൃഷ്ണമണി പോലെയാണ് ഞാൻ വളർത്തി. ഇപ്പൊ മണവാളെന്ന് പോയി. കാക്കിക്കും ബലത്തിനും ഇട്ട് കൊടുക്കാതെ വെറുതെ ശിക്ഷ. ഊരടി എന്റെ മാലയും പറയും. എല്ലാം ഊരടി. പൊക്കോ, എവിടെയാ വെച്ച് പൊക്കോ. എന്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് പൊക്കാണെന്ന്. എന്റെ ഈശോയെ, ഞാനൊരു പാവല്ലേ. എനിക്കൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്റെ ചാച്ചൻ ഇതറിഞ്ഞാൽ തീർച്ചയായും എന്നെ വീട്ടിൽ കൊണ്ടുപോകും. പക്ഷെ ഞാൻ പറയത്തില്ല. പാവ ചാച്ചൻ ഞാൻ വിഷമിപ്പിക്കില്ല. എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിത് സഹിക്കാൻ വയ്യ. എന്റെ ദൈവമേ, ഞാൻ എണ്ണം കൊണ്ട് പറഞ്ഞ അത് കാര്യമായോ? മോളെ അന്നക്കുട്ടി, ഇവിടെ ഇരിക്കാണോ? എഴുന്നേറ്റിക്കും വന്നേ. ഇല്ല, ഞാൻ വരുന്നില്ല. മോളെ അന്നക്കുട്ടി, അമ്മ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കാര്യാക്ക. എഴുന്നേറ്റിങ് വാ. കുഞ്ഞുങ്ങളായ നമുക്കും